കണ്ണൂരിൽ തസ്ലീമ, കൊച്ചിയിൽ ക്രിസ്റ്റീന, കർണാടകയിൽ മഹിമ. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം പിടിയിലായ തസ്ലീമ എന്ന യുവതി ഓരോ നാട്ടിലും വിവിധ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തസ്ലീമയ്ക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും കൂടാതെ കർണാടകയിലും ലഹരി വിൽപ്പന സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ഈ മേഖലയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ലഹരി വിൽപ്പന നിയന്ത്രിച്ചിരുന്നത് തസ്ലീമയാണെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതോടൊപ്പം സിനിമാ മേഖലയിലും തസ്ലീമയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി തസ്ലീമയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇതോടൊപ്പം വ്യാജ ഐഡികളാണ് ഓരോ നാട്ടിലും ഓരോ സംസ്ഥാനങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നതും എന്നും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഈ തസ്ലീമ സുൽത്താനെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും പിടികൂടുമ്പോൾ ഇത്രയും വലിയൊരു റാക്കറ്റിലെ പ്രധാനിയാണ് തസ്ലീമ എന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. പിന്നീട് അന്വേഷണം നടത്തുമ്പോൾ ഈ എക്സൈസിന്റെ അന്വേഷണം ഇപ്പോൾ കർണാടകയിലേക്ക് വരെയും നീളുന്നു. ഇവിടെ വ്യാജ ഐഡിയിൽ വ്യാജ പേരിൽ ഇവർ അറിയപ്പെട്ടിരുന്നു. ഈ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടിയാണോ ഈ വ്യാജ പേരുകളൊക്കെ തസ്ലീമ ഉപയോഗിച്ചിരുന്നത്? ശരണ്യ. ടോമെ, തീർച്ചയായിട്ടും. അതായത് ഈ തസ്ലീമ സുൽത്താന എന്നുള്ള തസ്ലീമ സുൽത്താൻ അവര് ദീർഘകാലമായി ഇത്തരത്തിൽ ലഹരി വിൽപ്പനയിൽ ഉള്ള സ്ത്രീയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് നമ്മൾക്ക് ഇത്രയും നാളത്തെ ഒരു അറിവ് വെച്ചിട്ട് ഇവർ ചെന്നൈയും എറണാകുളവും ഒപ്പം തന്നെ കണ്ണൂർ ജനിച്ചു, ചെന്നൈയിൽ ദീർഘകാലം ചെന്നൈയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് എറണാകുളത്തേക്ക് താവളം മാറ്റുന്നു, ക്രിസ്റ്റീന എന്ന പേരിൽ ഇവിടേക്ക് മാറുന്നു. എല്ലായിടങ്ങളിലും പല പേരുകൾ, പല ID കാർഡുകൾ ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ പുറത്തു വരുന്നത്. അവര് വിവിധ ഇടങ്ങളിൽ ഉപയോഗിച്ച ID കാർഡുകളാണ്. അതായത് തമിഴ്നാട്ടിലും ഒപ്പം തന്നെ കർണാടകയിലും കേരളത്തിലും ഉപയോഗിച്ച ID കാർഡുകളാണ് നമ്മൾ പുറത്തു വിടുന്നത്. ഇതിനകത്ത് പല പേരുകളാണ്. സിനിമാ ലോകത്ത് ഇവർ അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്നാണെങ്കിൽ ഇവർ ബംഗളൂരുവിലല്ല, ഇവരെ കർണാടകയിൽ ഇവർ അറിയപ്പെടുന്നത് മഹിമ മധു എന്നുള്ള പേരിലാണ്. അത്തരത്തിലൊരു രൂപം ഉൾപ്പെടെ മാറിയ ഒരു ID ആണ് അവർ രൂപീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് ആ വ്യാജ ID കാർഡും ഒപ്പം തന്നെ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസും ഇവര് എടുത്തിട്ടുള്ളത് കർണാടകത്തിൽ നിന്നാണ്. ഈ കർണാടകത്തിലെ ഇവരുടെ അഡ്രസ് വ്യക്തമാക്കുന്നത് മധു TB, കെയർ ഓഫ് മധു TB, ഫ്ലാറ്റ് നമ്പർ 902 E ടവർ, മാൻഡവി എമറാൾഡ് എൻഡ് പോയിന്റ് റോഡ്, മണിപ്പാൽ, ഉടുപ്പിയിലാണ് ഉടുപ്പിയിലാണ് ആ ഒരു അഡ്രസ്സ് അവർ എടുത്തിട്ടുള്ളത്. ഇതാണ് ഇവരുടെ കർണാടകയിലെ അഡ്രസ്സ്. കർണാടകയിൽ ഇവർ മഹിമ മധു എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. രൂപമാകെ മാറിയിട്ടുണ്ട്. മറ്റൊരു രൂപമാണ്. ഒപ്പം തന്നെ ഒരു കർണാടക യുവതിയുടെ രൂപത്തിലുള്ള ആ ഒരു ദൃശ്യമുള്ള ID കാർഡാണ് ഉണ്ടായിരുന്നത്. ഈ ID കാർഡുകൾ ഇവർ സൂചിപ്പിക്കുന്നത് മാത്രമല്ല, ഈ ID കാർഡുകൾ ഉപയോഗിച്ച് അവർ കർണാടകത്തിലും ഫ്ലുവന്റ് ആയി കന്നഡ ഭാഷ സംസാരിക്കുന്നവരാണ്. കർണാടകത്തിലും ഇവരുടെ വലിയ റാക്കറ്റ് ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വരുന്നുണ്ട്. കർണാടകത്തിലും ഇവരുടെ ചെന്നൈ, ഈ കേരളവും ചെന്നൈയും കൂടാതെ കർണാടകവും ഇവരുടെ മേഖല ആണ് എന്നുള്ളതാണ്. 2 ID കാർഡുകൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആധാർ കാർഡും ഒപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഇവർക്ക് ചെന്നൈയിലും അഡ്രസ് ഉണ്ട്. ചെന്നൈയിലെ അഡ്രസ് പ്രകാരം ഇവരുടെ അഡ്രസ്സിനകത്ത് വ്യക്തമാക്കുന്ന അഡ്രസ് വൈഫ് ഓഫ് സുൽത്താൻ, 4th സ്ട്രീറ്റ്, ഉലകനാഥപുരം എന്നാണ്. എണ്ണൂർ എന്നാണ് ഇവരുടെ അഡ്രസ്സ് കാണിച്ചിരിക്കുന്നത്. തിരുവള്ളൂരാണ് ഇവരുടെ അവിടുത്തെ സ്ഥലമായി കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വിവിധ അഡ്രസ്സുകളിൽ വിവിധ ID കാർഡുകളിൽ പല ഭാവങ്ങളിൽ പല രൂപങ്ങളിലാണ് ഈ തസ്ലീമ സുൽത്താന എന്ന്. നമുക്ക് ഈ തസ്ലീമ സുൽത്താന എന്നുള്ള പേര് പോലും ഔദ്യോഗികമായ പേരാണോ എന്നിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം കണ്ണൂർ ഇവർ തസ്ലീമ സുൽത്താൻ എന്ന് പറയുന്നു. ഈ സുൽത്താനെ വിവാഹം ചെയ്ത് ചെന്നൈയിൽ എത്തുമ്പോൾ വൈഫ് ഓഫ് സുൽത്താൻ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സുൽത്താൻ വിവാഹം ചെയ്ത് അവിടെ എത്തിയതിനു ശേഷമാണ് ഈ തസ്ലീമ സുൽത്താനായി ചെന്നൈയിൽ അറിയപ്പെടുന്നത്. തിരുവള്ളൂരിലാണ് ഇവരുടെ അവിടുത്തെ ഒരു അഡ്രസ് ഉള്ളത്. അവിടെ നിന്നും നേരെ കർണാടകത്തിലേക്ക് പോകുമ്പോൾ കർണാടകത്തിൽ ഇവർ മഹിമ മധു ആണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇപ്പോൾ എക്സൈസ് പിടികൂടിയിട്ടുള്ള ഈ പ്രതി അവർ
കൃത്യമായി വലിയൊരു റാക്കറ്റിന്റെ ഭാഗമാണ് എന്നുള്ളത് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഇവർ എറണാകുളത്ത് എത്തിയത് വൈകിട്ട് 6 മണിക്കാണ്. വൈകിട്ട് 6 മണി മുതലാണ് ഇവർ അവിടെ നിന്നും എറണാകുളത്ത് നിന്നും ഈ നമുക്കറിയാം ഈ കഞ്ചാവിന് അവരെ സൂചിപ്പിക്കുന്നത് പുഷ് എന്നാണ്. പുഷ് എന്നും ബുഷ് എന്നും അവര് പറയാറുണ്ട്. അങ്ങനെയാണ് ആ കോഡ് നെയിമിലാണ് അറിയപ്പെടുന്നത്. ആ കഞ്ചാവുമായി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവുമായി ഇവര് എറണാകുളത്തിൽ നിന്ന് സഞ്ചരിച്ച് ഇവിടേക്ക് എത്തുന്നത്. അവിടെ എറണാകുളത്ത് ഇവരെ പരിചയപ്പെടുത്തിയത്, അതായത് കാർ എടുക്കുന്നതിന് വേണ്ടി ഇവരെ പരിചയപ്പെടുത്തിയ ആളെ ഉൾപ്പെടെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇയാൾക്ക് ഈ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസും ഒപ്പം തന്നെ കർണാടകയിലെ ID കാർഡും കൊടുത്ത് മഹിമയാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഈ റെന്റ് കാർ എടുക്കാനായി. കഞ്ചാവിന്, ഹൈബ്രിഡ് കഞ്ചാവിന് ഇവർ ഉപയോഗിച്ചിരുന്ന, തസ്ലീം ഉപയോഗിച്ചിരുന്ന പേര് പോലും പുഷ് എന്നാണ്. അങ്ങനെ 6 കിലോ പുഷ് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് സുൽത്താനയുടെ ഈ മൊബൈലിലെ ചാറ്റിന്റെ വിവരങ്ങളൊക്കെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. 3 കിലോ ഈ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് നൽകിയെന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നു. അത് ആർക്കൊക്കെയാണ് ഈ കഞ്ചാവ് കൈമാറിയത്? അത് സിനിമാ മേഖലയിലുള്ളവരുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന വിവരം പുറത്തു വരുന്നു. അതോടൊപ്പം ശരണ്യ, മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി തസ്ലീമയ്ക്ക് ബന്ധമുണ്ട് എന്ന് എക്സൈസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അത് ആരുമായിട്ടാണ് ബന്ധം? അതോടൊപ്പം ആർക്കൊക്കെയാണ് ഈ മട്ടാഞ്ചേരിയിലെ സംഘങ്ങൾക്കടക്കം ലഹരി എത്തിച്ചു നൽകുന്നത്? തസ്ലീമ എന്നാണോ ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോമി, തസ്ലീമയുടെ പ്രധാന മാർക്കറ്റ് സമൂഹത്തിലെ ഉന്നതരും ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകളുമൊക്കെയാണ്. ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമാണ് എന്നുള്ളതാണ്. ഇവർക്കിടയിൽ ഇവർ അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്നുള്ളതാണ്. ക്രിസ്റ്റീന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദീർഘകാലമായി കൊട്ടേഷൻ രംഗത്ത്, അതായത് ഈ ലഹരി വിൽപ്പനയ്ക്ക് അപ്പുറത്തേക്ക് ഗുണ്ടാ പരിപാടികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്നുള്ളതാണ്. ഇവർക്ക് ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായിട്ടുള്ളത്, ഒരു പോക്സോ കേസ് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കേസ് ഉള്ളത് 3 ദിവസം സിനിമാ മോഹവുമായി എത്തിയ ഒരു പെൺകുട്ടിയെ മുറിയിൽ അടച്ചിട്ട് കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ അതിന് ആ പെൺകുട്ടി മൊഴി നൽകിയത് ഇവരായിരുന്നു. അതിന് എല്ലാ ഇടപാടുകളും ചെയ്തു കൊടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ തസ്ലീമ സുൽത്താനയ്ക്കെതിരെ അത്തരത്തിലുള്ള നൊട്ടോറിയസ് ആയ നിരവധി കേസുകൾ ഉള്ള ഒരു സ്ത്രീയാണ് ഇവര്. ആ കേസിലും ഇപ്പോഴും അവര് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ക്രിസ്റ്റീന റെസിഡൻസി എന്ന എറണാകുളത്തെ സ്ഥാപനം കേന്ദ്രീകരിച്ച് കൊട്ടേഷൻ സംഘങ്ങൾ, ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകൾ, പെൺവാണിഭ സംഘങ്ങൾ എന്നിവ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ എക്സൈസിന് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം ഇവര് ചാറ്റ് പ്രകാരം 6 കിലോ പുഷ് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ചാറ്റിനകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർക്ക് വാഹനം എടുത്തു കൊടുത്തത് അനീഷ് കൃഷ്ണ, അതായത് ഈ ക്രിസ്റ്റീനയെ കാർ റെന്റിന് എടുക്കുന്ന ഇടത്ത് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അനീഷ് കൃഷ്ണ എന്നുള്ള ആളാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടെ നൽകിയ ID കാർഡുകളും ഈ പറഞ്ഞ കർണാടകയിലെ മേൽവിലാസമുള്ള മറ്റൊരു രൂപത്തിലുള്ള ക്രിസ്റ്റീനയുടെ ID കാർഡുകളായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഇവര് കൊച്ചിയിൽ ക്രിസ്റ്റീന എന്നുള്ള പേര്, ഈ തസ്ലീമ എന്നുള്ള പേര് കൊച്ചിയിലുള്ളവർക്ക് അറിയില്ല. ക്രിസ്റ്റീന എന്ന് തന്നെയാണ് അവർ അറിയപ്പെടുന്നത്. മാത്രമല്ല ഇവരോടൊപ്പം കൂടിയ ഫിറോസ് ഇവിടെ എത്തി, അതായത് മണ്ണഞ്ചേരിയിൽ നിന്ന് മാത്രമാണ് ഫിറോസ് ഇവരോടൊപ്പം കൂടിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഫിറോസ് ആയിരുന്നു ഇവിടുത്തെ ഇടനിലയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത്. അതായത് വിദേശത്തു നിന്നാണ് ഈ എക്സൈസ് ചോദ്യം ചെയ്ത എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത് ഇവർ കാര്യങ്ങളൊന്നും വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് വർഷങ്ങളായി ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. അത്രയും ബോൾഡായാണ് അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ആ രീതിയിൽ ഇന്നിപ്പോ കസ്റ്റഡി അപേക്ഷ വെച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഫോണിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട വിവരങ്ങൾ അത് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു വൻ റാക്കറ്റിനെ സംബന്ധിച്ചുള്ള വിവരം തന്നെയാണ് കിട്ടും. കാരണം ആലപ്പുഴ എക്സൈസ് സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം മുതൽ തന്നെ ഈ ഒരു ക്യാച്ച് അത് വളരെ ആരിലേക്കായിരിക്കും. കാരണം സിനിമാ മേഖലയിലുള്ളവരും മട്ടാഞ്ചേരി സംഘവുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ തസ്ലീമയുമായി ബന്ധമുണ്ട് എന്ന ആരോപണങ്ങളൊക്കെ പുറത്തു വന്ന ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരിലേക്ക് അന്വേഷണം നീങ്ങുമോ? ഇവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഉണ്ടാകുമോ ശരണ്യ?
ഒരാഴ്ചക്കുള്ളിൽ ചോദ്യം ചെയ്യുന്നതിനുള്ള നോട്ടീസ് നൽകുമെന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എക്സൈസ് നർക്കോട്ടിക്സ് സ്ക്വാഡ് CI മഹേഷ് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി അടുത്ത ഉയർന്ന ഉദ്യോഗസ്ഥരിലേക്ക് ആ കേസ് കൈമാറിയിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറാണ് ഇനി കേസ് നോക്കുക. മാത്രമല്ല ആ സ്പോട്ടിൽ ഉൾപ്പെടെ അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ക്രിസ്റ്റീനെ അന്നും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളും ഇവർ ഒരു കൂസലുമില്ലാതെ അദ്ദേഹത്തോട് വെളിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഇനി ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് ലഭിക്കുന്നതാണ് എക്സൈസിന്റെ വലിയ ഒരു പ്രതീക്ഷ. കാരണം കസ്റ്റഡി കാലാവധിയിൽ പരമാവധി അന്ന് ഇവരെ പിടിക്കുന്നത് തന്നെ പുലർച്ചെയോടെയാണ് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം പോലീസിന് കിട്ടിയിരുന്നില്ല. പക്ഷെ കസ്റ്റഡിയിൽ കിട്ടിയാൽ കൂടുതൽ വലിയ സ്രാവുകളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ എക്സൈസിന് ഉണ്ട്. പ്രത്യേകിച്ച് ഈ രണ്ട് നടന്മാർ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഫാസിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവർക്ക് വേയുള്ള നോട്ടീസ് അയക്കും. കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തസ്ലീമ നൽകിയിട്ടുള്ള മൊഴി. ഒപ്പം തന്നെ എറണാകുളം കേന്ദ്രീകരിച്ച് ഇവർക്ക് ലഹരി നൽകാറുണ്ട് എന്നുള്ള വിവരവും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ വെരിഫിക്കേഷൻ, അതായത് തസ്ലീമ മൊഴിയായി നൽകിയ കാര്യങ്ങളും ഈ നടന്മാരുമായി ബന്ധപ്പെട്ട സ്പോട്ട് വെരിഫിക്കേഷനും ഒക്കെ ഇനി എക്സൈസിന് ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ തന്നെയും ഈ പ്രതിയെ കസ്റ്റഡിയിലേക്ക് വാങ്ങേണ്ട സാഹചര്യമുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ കുറച്ചുകൂടി ശേഖരിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ്. ചാറ്റുകൾ എന്തായാലും ഇവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ചെന്നൈയും എറണാകുളവും കേന്ദ്രീകരിച്ചുമാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതി തസ്ലീമയ്ക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ അവർ വിവിധ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നതെന്നും അവരുടെ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം വ്യാജമാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലേക്കും എക്സൈസിന്റെ അന്വേഷണം നീളുകയാണ്.